പിന്നെ നിസാർ, മുനീർ, ലെന, പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സും കൂടിയാണ്. അപ്പം ഈ പെരിന്തൽമണ്ണ പോലത്തെ സിറ്റിയിൽ നിന്ന് പോളണ്ട് പോയി, പോളണ്ടല്ല ഓൾ ഓവർ യൂറോപ്പ് തന്നെ ഇവർക്ക് നല്ല രീതിയിലുള്ളൊരു ബിസിനസ് സാമ്രാജ്യം ഇവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പം നമുക്കറിയേണ്ടത്, ഇപ്പോൾ നമ്മൾ കേരളക്കാർ, പ്രത്യേകിച്ചും ഇന്ത്യൻസും കേരളക്കാരൊക്കെ തന്നെ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് വിദേശങ്ങളിൽ പോയിട്ട് ബിസിനസ് ബിൽഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം എനിക്ക് മുനീറിനാണ് ചോദ്യം. മുനീറിന് പിന്നെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, പിന്നെ നിങ്ങൾ അങ്ങോട്ട് എത്താനൊരു സ്റ്റോറി ഉണ്ടാകുമല്ലോ, അപ്പം നിങ്ങൾ അവിടെ എത്തിയത് എങ്ങനെയായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു നിങ്ങളുടെ തുടക്കം? അതാണ് എനിക്കൊന്ന് ചോദിക്കാനുള്ളത്. അപ്പോൾ ഈ സദസ്സിനെ മുൻനിർത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് സ്കെയിലപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് പറയണമായിരിക്കും നല്ലത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. കാരണം ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടാത്തതുകൊണ്ടാണ് ഒരു അവസരം തേടിയിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പോലെ തന്നെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പോലെ തന്നെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. അതൊരു 2013-14 സമയങ്ങളിലാണ്. ആ സമയത്ത് ലിമിറ്റഡ് ആയിരുന്നു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് റീച്ചബിൾ ആയിരുന്നില്ല അത്ര ഈസി ആയിട്ട്. ഇന്നത്തെ കാണുന്ന ഒരു സിറ്റുവേഷൻ പോലെയല്ല, അത്ര ഈസി ആയിരുന്നില്ല. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരേ പാറ്റേൺ തന്നെയാണ് ഞങ്ങൾ അന്നും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് യൂറോപ്പിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു വേനേ ഉള്ളൂ നമുക്ക് ചൂസ് ചെയ്യാൻ. അപ്പോൾ ഹയർ സ്റ്റഡീസ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരെ പോളണ്ടിലേക്കല്ല പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിലുള്ള ഒരു കൊച്ചു രാജ്യമുണ്ട്, ഒരു ലാറ്റ്വിയ എന്ന് പറയും. ആ രാജ്യത്തേക്കാണ് ഞങ്ങൾ ആദ്യം എത്തിപ്പെട്ടത്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അത്ര ഒരു ചലഞ്ചിങ് ആണ്, അത്ര ഈസി ഒന്നല്ല. ജസ്റ്റ് ഇവിടുന്ന് ഇപ്പോൾ കാണുന്ന പോലെയല്ല. നമുക്ക് അന്ന് ഒരു 2013-14 സമയങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിലിറ്റീസും റിസോഴ്സസും എല്ലാം ഒരു ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇന്നത്തെ കാണുന്ന പോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ AI ടൂൾസാണ്. എന്തൊരു ഇൻഫർമേഷൻ കിട്ടണം എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും അന്നത്തെ പോലെ നമ്മൾ ഈ സെർച്ച് ചെയ്ത് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ തന്നെ നല്ല പ്രയാസമായിരുന്നു. അപ്പോൾ ആ ഒരു ജേണി ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ജേണിയാണ്. പിന്നെ അവിടെ നിന്ന് പതുക്കെ ഓരോ ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ചെയ്ത് അങ്ങനെ പോളണ്ട് എന്ന രാജ്യത്തേക്ക് എത്തിപ്പെടുകയാണ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഒരുപാട് സ്ട്രഗ്ലിംഗ് സ്റ്റേജസ് കഴിഞ്ഞു, ഞങ്ങൾ മറികടന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ എന്താണ് പറയേണ്ടതെന്നുള്ളത്? ഓക്കെ, ഇപ്പം ഞാൻ അവിടെ വന്നതാണ്, നിങ്ങളുടെ പിന്നെ ഓഫീസുകളൊക്കെ വന്നതാണ്. ഏകദേശം ഒരു 1000-ലധികം സ്റ്റാഫും എംപ്ലോയീസും ഒക്കെ ആയിട്ട് വലിയൊരു സാമ്രാജ്യം തന്നെ MC പറഞ്ഞ പോലെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിസാർ ഭായ്, നിങ്ങൾ എന്തൊക്കെ ബിസിനസ്സാണ് പോളണ്ടിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമസ്കാരം, എൻ്റെ പേര്, ഞാൻ പെരിന്തൽമണ്ണക്കാരനാണ്. ഇവിടെ താഴെക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. ഇവിടെയാണ് +2 വരെയൊക്കെ പഠിച്ചിട്ടുള്ളത്. അതിനുശേഷം ഹയർ സ്റ്റഡീസിനാണ് മിസ്റ്റർ മുനീർ പറഞ്ഞ പോലെ ഞങ്ങൾ എഞ്ചിനീയറിംഗ് M.Tech പഠിക്കാനാണ് യൂറോപ്പിൽ പോയത്. കേൾക്കുന്നില്ല? ഓക്കെ. എഞ്ചിനീയറിംഗ് പഠിക്കാനാണ് ഞങ്ങൾ 2013-14 കാലഘട്ടത്തിൽ യൂറോപ്പിലെത്തുന്നത്. അവിടെ എത്തി എല്ലാവരെയും പോലെ തന്നെ ഒരുപാട് പാർട്ട് ടൈം ജോബ്സും മറ്റതെല്ലാം നോക്കി 2016 ഞങ്ങൾ ആർക്കോൺ എന്ന് പറഞ്ഞ കമ്പനി ഞങ്ങൾ അവിടെ ഫൗണ്ട് ചെയ്യുന്നത്. അത് 2016 എക്സാക്ട്ലി ഡേറ്റ് പറയുകയാണെങ്കിൽ March 9 പോളണ്ടിലാണ് ഞങ്ങൾ ആർക്കോൺ എന്ന് പറഞ്ഞ കമ്പനി ഫൗണ്ട് ചെയ്തത്. ആർക്കോണിൻ്റെ കോർ ബിസിനസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ്ങിൽ വർക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അറൗണ്ട് ഒരു 600+ എംപ്ലോയീസ് ഉണ്ട്. 7 രാജ്യങ്ങളിൽ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സിംപ്ലി പറയുകയാണെങ്കിൽ ഞങ്ങൾ മെറ്റൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഷിപ്പിൻ്റെ ബോഡി ബിൽഡിങ്ങിൽ, അല്ലെങ്കിൽ ട്രക്കിൻ്റെ ബോഡി വർക്ക്സ്, അതിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിലുള്ള മെറ്റൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. കൺസ്ട്രക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ ഞങ്ങൾ ബ്രിഡ്ജിൻ്റെയൊക്കെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ആർക്കോണിൻ്റെ കോർ ബിസിനസ് എന്ന് പറയുന്നത്. അതിന് പുറമെ ആർക്കോണ് ടെക്നോളജിയിലുണ്ട്. അതായത് ട്രാവൽ ടെക്നോളജി സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യൂറോപ്യൻ സെക്ടറിൽ. അവിടെയുള്ള ഓൺലൈൻ പോർട്ടൽസുകൾക്ക് ഞങ്ങൾ അവിടെ ഫ്ലൈറ്റ്സിൻ്റെ എല്ലാം API പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ട്രാവൽ ടെക്നോളജി, ഒരു AI ഡ്രിവൺ കമ്പനിയാണ്. അതിന് പുറമെ ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത് ഞങ്ങൾ പ്യുവർലി ഒരു IT കമ്പനിയുണ്ട്, സൈബർ സെക്യൂരിറ്റി സൊല്യൂഷൻസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ബാക്ക് ഓഫീസ് എല്ലാം കേരളത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഫ്രണ്ട് ഓഫീസ് പോളണ്ടിലാണ്.
അതിന് പുറമെ പിന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രൻ്റ് ആക്സസ് എന്ന് പറഞ്ഞ് ഞങ്ങളൊരു എൻറ്റിറ്റി ഉണ്ട്. അത് യൂറോപ്പിലെത്തുന്ന എസ്പെഷ്യലി പോളണ്ടിലെത്തുന്ന ഫോറിനേഴ്സിനെ അവർക്ക് അവിടെ ലീഗൽ സ്റ്റേ ഈസി ആക്കാനുള്ള അവരുടെ ലീഗൽ ഡോക്യുമെൻറ്റേഷൻസ്, അതുപോലെ തന്നെ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള കമ്പനി ഫോർമേഷൻ്റെ ഫ്രം ദ A to Z ഡോക്യുമെൻറ്റേഷൻസും അതിനുള്ള അസിസ്റ്റൻസും ചെയ്യുന്നത്, ഇമ്പോർട്ട് എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളൊരു ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പിൻ്റെ ഒരു ബ്രിഡ്ജ് കണക്ഷന്. അപ്പോൾ ഈ ഒരു 3 ഡിപ്പാർട്ട്മെൻറ്റിലാണ് മൈഗ്രൻ്റ് ആക്സസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു 4 ഡിവിഷൻസാണ് ഞങ്ങൾക്ക് ഉള്ളത് ഇപ്പോൾ കറൻ്റ്ലി യൂറോപ്പിൽ റൺ ചെയ്യുന്നത്. പിന്നെ റീസെൻ്റ്ലി ഞങ്ങളിപ്പോൾ ദുബായിലൊരു കൺസ്ട്രക്ഷൻ കമ്പനി റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇപ്പോൾ ആർക്കോൻ്റെ ഒരു അറ്റ് പ്രസൻ്റ്ലി ഉള്ളൊരു ബിസിനസ്. ഓക്കെ, എനിക്ക് മുനീറിനോട് ഒന്നും കൂടി ചോദിക്കാനുള്ളത്, പിന്നെ നിങ്ങൾ അവിടെ എത്തിയ കാര്യം വളരെ സിമ്പിളായി പറഞ്ഞു. പക്ഷേ നമ്മൾ കേരളക്കാരെല്ലാവരും എന്താണ്, എസ്പെഷ്യലി ഇന്ത്യൻസും കേരള എന്താണ് എപ്പോഴും ഒരു യൂറോപ്പും അതേപോലെ UK, US ഇതുപോലെ വിദേശ രാജ്യങ്ങളിൽ ബിസിനസ്സോ ജോലിയോ ഒക്കെ പോകാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശരിക്കും അത് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഇവർക്ക് നന്നായിരിക്കും. എന്തൊക്കെയാണ് പിന്നെ നിങ്ങൾ എത്തിപ്പെട്ട ആ ഒരു ഡീറ്റെയിൽ, വലിയ ഡീറ്റെയിൽ അല്ല, ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഡീറ്റെയിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ അവർക്ക് അത് ഉപകാരപ്പെടുന്ന എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ജേണിയാണോ അറിയേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അവിടെ എത്തി? അതെ, അതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഓഡിയൻസിന് താല്പര്യം ഉണ്ടാവും കേൾക്കാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാവരും എങ്ങനെ അങ്ങോട്ടുള്ള വഴി എങ്ങനെയാണ് നിങ്ങൾ എത്തിപ്പെട്ട്, നമ്മൾ ഇവിടുന്ന് പോകുന്ന അധികം ആൾക്കാർ എന്താണ് എന്തെങ്കിലുമൊക്കെ ജോബായിരിക്കും മിക്കവാറും ഫോക്കസ് ചെയ്തിട്ടുണ്ടാകുക. നിങ്ങൾ അവിടെ വലിയൊരു ബിസിനസ് തന്നെ അവിടെ കെട്ടിപ്പടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി റൈറ്റ് ടൈം യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്നത്തെ ഒരു റിയാലിറ്റി അല്ല അന്ന് ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ. അതായത് ഇപ്പോൾ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങൾ അവിടെ പോകുന്നു, ഇപ്പോൾ ലാറ്റ്വിയ എന്നുള്ള രാജ്യത്തെത്തുന്നു. അവിടെ ഒന്ന് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് അവിടെ ഇല്ല, അവിടെ സംസാരിക്കുന്നില്ല ആരും. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി പോയി, ഓക്കെ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എഡ്യൂക്കേഷൻ കരിക്കുലമൊക്കെ ഇംഗ്ലീഷിലാണെങ്കിൽ പോലും നമുക്ക് യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി വേണമല്ലോ. കാരണം നമ്മളിവിടെ എന്താ പറയുക, വീടിൻ്റെ ആധാരം വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് അടയ്ക്കണം, ജോലി ചെയ്യണം. കാരണം നമുക്ക് നമ്മളെ മൈൻഡിലുള്ളത് പഠിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല. നമ്മളെ മൈൻഡിലുള്ളത് എന്താ വെച്ചാൽ അവിടെ എത്തി എങ്ങനെയെങ്കിലും ഒന്ന് കരകയറുക എന്നുള്ളൊരു ഇതിലാണ് നമ്മളവിടെ എത്തുന്നത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജോബോ കാര്യങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ല. സോ റഷ്യൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ലാറ്റ്വിയൻ ലാംഗ്വേജ് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ജോലി. എന്തെങ്കിലും ജോലി എന്ന് മീൻസ് എന്തെങ്കിലും ക്ലീനിങ് ജോലിയെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അന്നത്തെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെടുത്ത കുറേ വഴികളുണ്ട് അതിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഈവൻ ഞാനും നിസാറും ആർമിയിൽ വരെ ചേർന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ അതായത് കൂലിപ്പട്ടാളം എന്ന് പറയും, അതായത് ഫ്രാൻസിൻ്റെ ഫോറിൻ ലീജിയൻ. അപ്പോൾ അതിൽ വരെ ഞങ്ങൾക്ക് പോയി ചേരേണ്ടി വന്നു. അപ്പോൾ അതിനകത്ത് ഞങ്ങളൊരു 4-5 മാസം ഞങ്ങൾ അതിനകത്ത് വർക്ക് ചെയ്തു. അതിന് കിട്ടിയത് കുറച്ച് ക്യാഷ് കിട്ടി. കാരണം ഞങ്ങൾക്കറിയാം ഇതല്ല ഞങ്ങളുടെ ലൈഫ് എന്നുള്ളത്. കാരണം അതൊരു ആ ഒരു എന്താ പറയുക, അങ്ങനെ കുറച്ച് കാണുകയല്ല, അതൊക്കെ നല്ലൊരു സർവീസാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നില്ല ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾക്ക് സർവൈവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ഞങ്ങൾ പതുക്കെ റിസൈൻ ചെയ്തു. തിരിച്ച് ആ വരുന്നതായിരുന്നു ഞങ്ങളുടെ ഒരു എന്താ പറയുക ലൈഫ് ചേഞ്ച് ചെയ്യുന്നത്. ഞങ്ങൾ വരുന്നത് നേരെ പോളണ്ടിലേക്കാണ്. അവിടെ വന്ന് ചെറിയ 1-2 ബിസിനസ്സുകൾ ചെയ്തു. അത് ഫെയിലായി. അത് ഫെയിലായതിനു ശേഷം വീണ്ടും ആ ഉണ്ടാക്കി കൊടുക്കുന്ന കാശൊക്കെ അവിടെ തീർന്ന് വീണ്ടും തുടങ്ങി. അങ്ങനെ ഒരു 2016 ആണ് ഞങ്ങളൊരു ആദ്യത്തെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് മിസ് ലെന പുള്ളിക്കാരിയും അവിടെ ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അതായത് ഞങ്ങളുടെ കമ്പനിയുടെ എന്താ പറയുക ബിസിനസ് അഡ്വൈസറായിട്ട്. അങ്ങനെ അവിടുന്ന് അങ്ങനെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുണ്ടായിരുന്നൊരു ഗ്രോത്താണ്. അല്ലാതെ പെട്ടെന്നൊരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ഒരു കാണുന്ന ഒരു AI യുഗത്തിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലുക്സ് ലൈക്സ് വെരി ഈസി ടു മാനേജ് ഓവർ ഹിയർ. സോ ഈ സ്കെയിൽ അപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാം അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞേ ഞങ്ങൾ ഇവിടെ തന്നെ ഞങ്ങളെ ബിസിനസ്സും കാര്യങ്ങളും ഞങ്ങൾക്ക് വളർത്തായിരുന്നു. സോ ഇറ്റ്സ് ലുക്സ് അമേസിങ് ഓവർ ഹിയർ. ലെന പിന്നെ മുനീറിൻ്റെ ബിസിനസ് പാർട്ട്ണറും ലൈഫ് പാർട്ട്ണറും കൂടിയാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് Lena. Lena came all the way from Poland for this program only. So we have to give a big clap for Lena. Thank you, Lena. I want to ask,
Kerala people, if some Kerala people want to start a business in Poland, how can start? Okay, first of all, unfortunately, I cannot speak Malayalam yet, so you have to forgive me. I will speak only English. I'm very happy and glad to be here, to come here to such a wonderful place. I hope I will be regularly visiting. And also, I hope I see more and more Indians are visiting Poland. Because of the business mostly. 2026 was the first year since it was the first year since it was celebrated in Poland in small local villages. Till now, Poland was not that much open and didn't have that much friendly attitude to foreigners. So when you reached approximately 10 years ago, probably you faced some difficulties and issues, but now the country is fully that's what changed. I mentioned before, because lack of the language, because English is not so common over there, right? So Exactly. I don't know exactly what you mentioned till now. yeah, that's what I was saying, But because it was anyway, so it's challenging changed. for us to survive over there even. So the language was like either Russian or we have to speak Polish, because that's what I was mentioning to the audience, like we were there in Latvia first. So there were no a single people who can speak even English. So Now so it now changes. we I can hope you yeah, now noticed it's it completely changes. changed. Now it's completely changed. It's 2026, so it's completely changed over there. More and more people speak English, and Yeah. even it often happens that Polish native speakers speak English when they talk to me. So there are changes. But the most important is that Poland is located in European Union. So actually, if we have new businessmen who decide to to start their business in Poland, they are opening actually in the whole European Union because we have free access. Additionally, Poland is located in the middle of Europe, so it gives quite easy option to organize logistically. We can say it as like as a trade hub, right? Exactly. Yeah, because of the Silk Road project, because it's a growing country because of the, like for example, actually I can ask how many days it takes to export or import something from China to India, how much time it takes actually I think maybe 15 to 30 days. by I sea, don't right? know exactly, yeah, by shipment. By ship. Yeah. So, but to Poland, it's just 12 to 14 days because they have a Silk Road, it's like a Silk Road project, right? They have a railway. So only it starts from China and ends in Poland. So Poland is right now, let's say, like it's a trade hub. So Yes. all the material, how to say, inventory is coming over there, and they are distributing entire Europe from there actually. As the member of European Union, we have to follow, and we follow, European quality standards, procedures, but still Poland has the cheapest labor in the whole European Union, and still we have the lowest taxes in European Union. So not only it's profitable because of the taxation system, allocation, but also because of the cheap labor, and we have access to best educated, best qualified specialists. Altogether, it makes my country best place to invest in Europe. Okay, yeah, Kerala people know very well how to start a business in GCC, and they know what are the challenges they face. GCC very easy access to Kerala people. But we are thinking Poland is not that much access, or Europe is not that much access. What is your opinion? Actually, you can open a company in Poland online. You don't need to travel there for that purpose. And also Poland supports new businesses, new visions, new ideas. We have European Union funds which are also available for foreigners who are investing in Poland. We have some governmental support strategies to help new businessmen and to focus on development, grow faster. So not only, you are not alone when you open a company in Poland. There are structures which provide you useful, necessary support. Government also works on it to improve their service. Even it's possible by online. No need to have the entrepreneur has to be there, right? Even. Exactly.
Of course, we have also advised to have support from accountancy, from lawyers. All the businesses should be supported and managed in a professional way, and my country gives such support. ഓക്കെ, താങ്ക് യു ലിന. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പിന്നെ യൂറോപ്പിൽ പോയി വലിയ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്, നല്ല ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്, ഞാൻ വന്ന് കണ്ടതാണ്. അപ്പം നമുക്കെപ്പോഴും ആഗ്രഹം, നമ്മളെ ഇന്ത്യക്കാർക്ക് എപ്പോഴും ജന്മനാടിനോട് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടാവുക, സ്നേഹം ഉണ്ടാവുക. നമ്മളെപ്പോഴും, ഇപ്പം ഞാനൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്നതാണ്. അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര തിരിച്ച് കോഴിക്കോടേക്ക് വരുമ്പോഴുള്ളതാണ്. ആ തട്ടുകടയിൽ നിന്നൊരു കട്ടൻ ചായ കുടിക്കുന്ന ഫീലാണ് നമ്മളെപ്പോഴും നമ്മൾ എൻജോയ് ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾ ശരിക്കും കേരളത്തിൽ എന്താണ് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത്, എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഇൻ ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ ഇപ്പോഴെന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ, എന്താണ്? അതേപോലെ നിങ്ങളെ ഇന്ത്യ എന്നുള്ള എത്ര എംപ്ലോയീസ്, നിങ്ങളുടെ അറൗണ്ട് 1000 സ്റ്റാഫ് നിങ്ങൾക്കുണ്ട്, എത്ര എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? കാരണം നേരത്തെ നിസാർ പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു IT വിങ് ഉണ്ട്. അതേപോലെ തന്നെ അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളതൊരു ട്രാവൽ ടെക്നോളജിയിലാണ് ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ട്രാവൽ ടെക്നോളജി പ്രൊവൈഡേഴ്സാണ്. അപ്പോൾ ഞങ്ങളെ കണ്ടൻറ്റ് മൊത്തം യൂറോപ്യൻ ബേസ്ഡ് കണ്ടൻറ്റാണ്. അത് ഇവിടെ വളരെ കുറവാണ്, യൂറോപ്യൻ ബേസ്ഡ് കണ്ടൻറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു റിച്ച് കണ്ടൻ്റ് ഉള്ളൊരു പോർട്ടലാണ് ആ ഒരു സെഗ്മെൻറ്റിൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കംപ്ലീറ്റ്ലി ഒരു സ്റ്റാർട്ടപ്പാണ്. ഞങ്ങൾ നിലവിലുള്ള കമ്പനിയുടെ അകത്ത് ഞങ്ങളൊരു തുടങ്ങിയ ഒരു പുതിയൊരു മിഷനാണത്. അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ ബാക്ക് എൻഡിൽ തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് പെരിന്തൽമണ്ണയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 12 to 15 എംപ്ലോയീസ് ഇപ്പോൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 12 to 15 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് നിലവിൽ, ഇവിടെ പെരിന്തൽമണ്ണയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 200 to 300 എംപ്ലോയീസ് എന്ന് പറയുന്നില്ല, ഒരു ടീം ബിൽഡ് ചെയ്യുക. അതാണ് ഞങ്ങൾ കാണുന്ന ഒരു വിഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തുള്ള സ്ട്രക്ചർ തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതായത് എല്ലാ സമയത്തും എന്താ പറയുക, ഓണർ അവിടെ ഉണ്ടാവുക, അയാൾ പറയുന്നത് നടക്കണം, ആ രീതിയിൽ ചെയ്യണം. ആ ഒരു സ്ട്രക്ചറിന്ന് കംപ്ലീറ്റ്ലി അതിന് ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. ആ ഒരു സ്ട്രക്ചറെ കംപ്ലീറ്റ്ലി റീബിൽഡ് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ടീം ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഞങ്ങളുടെ ഒരു ബാക്ക് എൻഡ് കംപ്ലീറ്റ് ഞങ്ങൾ യൂറോപ്പിലുള്ള വർക്കിൻ്റെ കംപ്ലീറ്റ് ബാക്ക് എൻഡ് ഞങ്ങൾ ഇന്ത്യയിലാണ് ഫോക്കസ് ചെയ്യുക. കാരണം ഒന്നാമത് നമുക്ക് റിച്ച് കണ്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക, അത്രയും എന്താ പറയുക അവൈലബിലിറ്റി ഉണ്ട് ഇവിടെ. വർക്ക് ചെയ്യാനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നല്ല കേപ്പബിളായിട്ടുള്ള ആൾക്കാർ നമുക്ക് ഇവിടെ, റിസോഴ്സസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ഇതിനു മുമ്പ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പോൾ കൊച്ചി അല്ലെങ്കിൽ ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തുടങ്ങാമെന്നുള്ളത്. പക്ഷെ ഇവിടെ വന്ന് നോക്കാനത് എൻ്റെ നാട് തന്നെയാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ ഉണ്ടാവുന്ന ഒരുപാട് മിഷൻസും അതേപോലെ തന്നെ കോൺക്ലേവ്സും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഈ കാര്യങ്ങൾ ഇതിനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇവിടെ ചെയ്തുകൂടാ, എന്തുകൊണ്ട് പെരിന്തൽമണ്ണ ചെയ്തുകൂടാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ റീസെൻ്റ്ലി ഞങ്ങളുടെ ഇടയിലുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആ ഒരു ബാക്ക് എൻഡ് സിസ്റ്റം ഞങ്ങളിവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണുള്ളത്. വെരി ഗുഡ്. ഇന്നലെ നമ്മുടെ നജീബ് കാന്തർ MLA ഇവിടെ പറഞ്ഞു, പെരിന്തൽമണ്ണയിൽ നിന്ന് വർക്ക് ചെയ്യുക, യൂറോയിലും ഡോളറിലും ശമ്പളം വാങ്ങാനുള്ള സ്വപ്നം. ആ ഒരു സ്വപ്നമല്ല, അതിൻ്റെ ബേസ് വർക്ക് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഒരു സിമിലിയർ തോട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. തീർച്ചയായും ഞങ്ങൾ അതിൻ്റെ ഭാഗമാവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, നമ്മളൊരു ജസ്റ്റ് ഒരു ജോലി ചെയ്യുന്ന ഒരു സ്ഥലം എന്നുള്ളതിന് ഉപരി അതിനെ എങ്ങനെയാണ് ഒരു കൾച്ചറാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഫോക്കസ് അല്ല. ഇപ്പോൾ അവിടെ തന്നെ ഈവൻ ഞങ്ങളിപ്പോൾ പോളണ്ടിലാണ് ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. അവിടെയാണെങ്കിലും ഇപ്പോൾ ഞങ്ങൾ 3 എന്താ പറയുക ഡയറക്ടേഴ്സ് ആൻഡ് CEO ചെയർമാനൊക്കെയാണ് ഈ ഇരിക്കുന്നത്. പക്ഷേ ഞങ്ങളവിടെ ഇല്ലെങ്കിലും ഞങ്ങളുടെ ബിസിനസ് അവിടെ റൺ ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു AI യുഗത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതായത് ഇതിനെ ഒരു ഡീസെൻട്രലൈസ്ഡ് ആക്കുക. എല്ലാം ഡീസെൻട്രലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഈവൻ കറൻസി വരെ. അപ്പോൾ നമ്മുടെ ജോബും നമുക്ക് ഡീസെൻട്രലൈസ്ഡ് ആക്കാം. ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ചെയ്തു കൊടുത്താൽ തന്നെ നമുക്കതിൻ്റെ എന്താ പറയുക ഔട്ട്കം വളരെ ഈസി ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ നല്ല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാം. അതേപോലെ ഒരു ടീമിനെ ഇവിടെ ബിൽഡ് ചെയ്യാം. എന്നിട്ട് ആ ടീമിനെ കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂറോപ്പിൽ വർക്ക് ചെയ്യുന്നൊരു ഫീല് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ഗുഡ്. നമ്മുടെ സമയം തീരാനായി. ഇപ്പം ജസ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കൂടി.
എന്തൊക്കെ ബിസിനസ്സാണ് ശരിക്കും ഒരു ഒറ്റ വാക്ക് പറയാനുള്ള സ്കോപ്പ് ഉള്ളത്? പിന്നെ അതേപോലെ നമ്മളൊരു യാത്രയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, MA യൂസഫ് അലി പോളണ്ട് വന്നപ്പോൾ നിങ്ങളായിട്ടൊരു ലോങ് മീറ്റിംഗ് നടന്നു. നിങ്ങൾ പോളണ്ടിൽ കുറച്ച് പ്രൊജക്റ്റൊക്കെ യൂസഫ് അലീൻ്റെ നിങ്ങൾ ഇപ്പോൾ ചെയ്തു തുടങ്ങിയോ എനിക്കറിയില്ല. അന്ന് നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി നോക്കിയിരുന്നു. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? കാരണം പോളണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബിഗ് ഫിഷ് ആയിട്ടുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതൊരു വലിയൊരു ഹബ്ബാണ്. അപ്പോൾ ഈവൻ ലുലുയുടെ വൈ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു എൻറ്റിറ്റിയാണ് അവിടെ അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരു മലയാളി എന്നുള്ള നിലയ്ക്കും ഒരു വലിയൊരു പ്രസ്ഥാനമായിട്ടുള്ള ലുലു എന്ന കമ്പനിയുടെ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു വർക്കാണ്. അവരത് അതിനകത്ത് ചെറിയൊരു വർക്ക്, അവരുടെ വലിയൊരു പ്രസ്ഥാനമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം എന്ന രീതിയിൽ ചെറിയ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. അത് ഇനിയിപ്പോൾ അദ്ദേഹത്തെ കണ്ടതും കാര്യങ്ങളൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അത് എങ്ങനെയാണ്? ഓക്കെ, ഗുഡ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു സ്പെഷ്യൽ സെഷൻ ആയതുകൊണ്ട് തന്നെ ഓഡിയൻസ് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടാവും. ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ചോദിക്കാം. ഒന്നിവിടെ മൈക്ക് കൊടുക്കൂ. Hi. I want to know what kind of products and services are in demand in Poland. Can you repeat one? What kinds of services and products are in demand Demanded. there? Yeah. Okay, demanded in Poland. Yeah. Maybe you can answer for that. What kind of products and services are demanded in Poland actually? Actually, mostly I can മലയാളത്തിൽ പറയാല്ലേ, സോറി. അതായത് എല്ലായിടത്തും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും ചലഞ്ചസും അവിടെയുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റിനെടുത്ത് ആണെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ അങ്ങോട്ടേക്ക് കയറി വരുന്നത് നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്. അത് ഫുഡ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ എന്താ പറയുക കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ, ഇതൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അതായത് നാച്ചുറൽ ആയിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഭയങ്കര ഡിമാൻഡഡ് ആണ്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാരണം എന്താ വെച്ചാൽ യൂറോപ്പ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതന്നെ അങ്ങനെയാണ്. അവർ നേച്ചർ ഫ്രണ്ട്ലി ആണ്. അവർ ഹാംഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളോ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈവൻ ഫുഡാണെങ്കിലും മറ്റ് എന്ത് കാര്യങ്ങളിലൊന്നും അവർ ഉൾപ്പെടുത്താറില്ല. അപ്പോൾ നേച്ചറിൽ, കാരണം പ്രത്യേകിച്ച് നമ്മുടെ കേരളം ഒന്നുകൂടി നേച്ചർ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു, അതായത് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് ഫുഡ് പ്രൊഡക്ട്സ് അവിടേക്ക് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെ നിന്ന് ഫിഷ് ഇങ്ങോട്ടും വരുന്നുണ്ട്, ഇവിടുന്ന് ഫിഷ് അങ്ങോട്ടും പോകുന്നുണ്ട്. ഫിഷും അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ അല്ലേ, അതെ, ഫ്രൂട്ട്സ് ഡ്രൈഡ് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഇതൊക്കെ ഒരുപാട് ഡിമാൻഡഡ് ആണ് അവിടെ അത്യാവശ്യം പോകുന്നത്. നിസാർ ഭായ്, സർവീസ് സെക്ടറിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് അവിടെ സ്കോപ്പ് ഉള്ളത്? സർവീസ് സെക്ടറിൽ IT ആണോ ചോദിച്ചത്? IT നമ്മളെ ഇന്ത്യയിലുള്ള വലിയ IT കമ്പനീസ് എല്ലാം അവിടെ ഉണ്ട്. അതായത് ഇൻഫോസിസ് ആണെങ്കിലും മഹേന്ദ്ര ടെക്, ഇതുപോലെ TCS പോലത്തെ എല്ലാ ആളുകൾക്കും അവിടെ ഓഫീസ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് ചെറിയ IT കമ്പനികളും അവിടെ ബ്രാഞ്ച് ഓഫീസ് ഉണ്ട്. അപ്പോൾ അതായത് IT അവിടെ ഔട്ട്സോഴ്സ് ചെയ്യാണ്. അതായത് അവിടുത്തെ പ്രൊജക്റ്റുകളെല്ലാം അവിടെ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് അത് ഇന്ത്യയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളെ ഈ പറഞ്ഞ നേരത്തെ നിസാർ പറഞ്ഞ പോലത്തെ ടെക്നോളജി കമ്പനി, അതും ഈ ഒരു കോൺസെപ്റ്റാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ ഫ്രണ്ട് ഓഫീസാണ് പോളണ്ടിലുള്ളത്, അതിൻ്റെ ബാക്ക് ഓഫീസ് എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് വർക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ടുള്ള. ഓക്കെ, എന്തായാലും പോളണ്ട് സാമ്രാജ്യം ബിൽഡ് ചെയ്ത് അത് വലിയ ഇനിയും ഒരുപാട് നല്ല ലെവലിലേക്ക് എത്തട്ടെ എന്ന് എന്ത് ചെയ്യാം, നമുക്ക് ആശംസിക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, മുനീർ നിസാറിൽ തന്നെ ഇവിടെ കുറച്ച് നേരം ഉണ്ടാവും, അവരുടെ അടുത്ത് എന്ത് ചെയ്യാം, ചോദിക്കാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. So that's it. Thank you so much for even not just limiting it to the Kerala Indian market, but also to extending it to the European market. It was such a wonderful session we had right now.
Thank you so much to all the speakers. And on behalf of Scale Up Conclave, we would love to present something, a very small token of love. And we have a Fincoversity, the man behind Fincoversity is standing right next to us. So let me welcome Mr. Robin Tommy, Executive Director of K-Disk, to hand over a small token of love on behalf of everybody from Scale Up Village, from the Scale Up team, to hand over this token of appreciation, starting from Mr. Nisar Veeramangalam, Managing Partner of ARCOM. Can we have a big round of applause, everybody? Moving on to the next person, please. We have Mr. Yeah, that's it. That's how we express our love to every speaker who has been on the stage. Welcoming Mr. Shaikh Munir to please receive this love. This is a very humble memento. We are so humbled to have all these people, especially they came all the way from Poland just to be a part of this Scale Up Conclave 2026. ഈ ഒരു കോൺക്ലേവിന്റെ ഭാഗമാകാനായിട്ട് പോളണ്ടിൽ നിന്നും നമ്മുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് എത്തിച്ചേർന്നതിൽ വളരെ വലിയ ഒരു നന്ദി നമ്മൾ അറിയിക്കുകയാണ്. And here, Ms. Lena Watch, CEO of Arcon. നല്ലൊരു കൈയടി കൊടുക്കാട്ടോ, ബിക്കോസ് നമ്മുടെ മലപ്പുറത്ത് വന്ന് എസ്പെഷ്യലി ഇന്ത്യക്ക് പുറത്ത് നിന്നുള്ള ഒരു ഡിഗ്നിറ്ററി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് അവർ റെസ്പോൺസിബിലിറ്റി ടു ഷോ അവർ റെസ്പെക്ട്, ടു ഷോ ഹൗ മച്ച് വി ലവ് ദം, വി കെയർ ഫോർ ദം. ആൻഡ് ദാറ്റ് ഇസ് ദിസ്. Last but not least, we have our founder and director of Fincoversity, Mr. Ibnu Jala, receiving this token of appreciation from Mr. Robin Tommy.